കേരളത്തിൽ പ്രചാരത്തിലുള്ള ജനകീയ കലാരൂപമാണ് ഓട്ടംതുള്ളൽ. അമ്പലമുറ്റത്തും സാംസ്കാരിക വേദികളിലും ഒരുപോലെ സ്ഥാനം പിടിച്ചിട്ടുള്ള തുള്ളലിനെ ജനപ്രിയമാക്കുന്നത് നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹിക വിശകലനവും വിമർശനവുമാണ്. ഷഹദ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അളിയ സന്ദീപ്, മനുഷ്യനാകെ പെട്ടല്ലോ ഇപ്പത്. എന്താ ചെയ്യാ? ഒരു വഴിയുണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ഏത് സ്കൂളിലാണ് വരുന്നത്? തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. നമ്മളെ കോഴിക്കോടാണോ? ആണ്. ഇവയ്ക്ക് ഒരു സഹായം ചെയ്യോ? ഞാൻ സത്യം പറഞ്ഞാലേ റിപ്പോർട്ടിങ്ങിനായിട്ട് വന്നതാണ്. പക്ഷേ ഈ ഓട്ടം തുള്ളലിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. ഇവയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുമോ? എനിക്ക് പഠിപ്പിച്ചും തരണം. റെഡി അല്ലേ? ഓക്കെ, നമുക്കൊന്ന് പുറത്തു പോയാലോ? അപ്പോഴേ എനിക്ക് ഈ ഓട്ടം തുള്ളലിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ശരിക്കും എന്താണ് ഈ ഓട്ടം തുള്ളൽ? എന്താണ്? എനിക്ക് ഈ അനുഷ്ഠാന കലയാണ് അല്ലെങ്കിൽ ക്ഷേത്രകലയാണെന്നറിയാം. അതിനപ്പുറത്ത് എന്താണ് ശരിക്കും? എടാ മണ്ട, ഈ ഓട്ടംതുള്ളൽ എന്ന് പറയുന്ന ഒരു ആക്ഷേപഹാസ്യമാണ്. ഇത് പൊതുവെ അമ്പലങ്ങളിലാണ് ഉണ്ടാവുക. ക്ഷേത്രകല ആയതുകൊണ്ട് തന്നെ അമ്പലത്തിലാണ് ഉണ്ടാവുക. എന്നെ ഇത് പഠിപ്പിച്ചത് പ്രഭാകരൻ പുന്നശ്ശേരി ആശാനാണ്. ഞാൻ പഠിക്കുന്നത് തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, കോഴിക്കോട് ജില്ലയിലാണ്. 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ ഈ ഓട്ടംതുള്ളൽ ഞാൻ 2 കൊല്ലമായി പഠിക്കുന്നു. 8ാം ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റാണ് സ്റ്റേജിൽ. അല്ല, അപ്പം എന്താ ഇതിന് കഥയ്ക്കൊക്കെ എടുക്കുന്ന സബ്ജക്റ്റുകൾ എന്താണ്? നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയേ, കേൾക്കട്ടെ. എൻ്റെ സബ്ജക്റ്റ് സന്താന ഗോപാലൻ എന്ന് പറഞ്ഞൊരു കഥയാണ്. ഇത് അർജുനൻ്റെ അഹങ്കാരം തീർക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ ചെയ്യുന്ന കാര്യമാണ് ഈ കഥയിലുള്ളത്. നോർമലി എന്തൊക്കെ കഥകളുണ്ടാവും ഇതിൽ? കിരാതമുണ്ട്, രുക്മിണി സ്വയംവരമുണ്ട്, അങ്ങനെയുള്ള സബ്ജക്റ്റ്. അല്ല, ഇതിപ്പം സംഭവം ഇപ്പം നിങ്ങൾ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അപ്പം എനിക്കിത് കളിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. സംഭവം ആക്ഷേപഹാസ്യമാണല്ലോ, ആൾക്കാരെ കളിയാക്കാൻ കിട്ടുന്ന ഒരു അവസരം നമ്മൾ വെറുതെ പാഴാക്കണ്ടല്ലോ. ഈ വേഷമൊന്നും ഇല്ലെങ്കിലും എനിക്ക് ഇന്ന് 2-3 സ്റ്റെപ്പും 1-2-3 പറയാനുള്ളതൊക്കെ ഒന്ന് പഠിപ്പിച്ചു തരാം. അപ്പം റെഡി അല്ലേ? നമുക്ക് കളിച്ചാലോ? ബാക്കി നമുക്ക് കച്ചൊക്കെ അയച്ചു വെച്ചിട്ട് ചെയ്താലോ? ഓക്കെ, എന്നാൽ ശരി, എന്നാ അങ്ങനെ ചെയ്യാം. അപ്പം ചമയങ്ങളും ആടയാഭരണങ്ങളൊക്കെ ഞങ്ങൾ താൽക്കാലികമായിട്ട് ഉപേക്ഷിച്ചു. കാരണം ഇനി ഇതിൻ്റെ കൗതുകത്തിൻ്റെ പുറത്തുള്ള ഒരു പരിശീലനമാണ്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. നോക്കിയാലോ? അപ്പം ഈ ഒരു ഒറ്റ സ്റ്റെപ്പ് കൊണ്ട് തന്നെ മനസ്സിലായി ഇതൊന്നും മാത്രം പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഇനമല്ല. ദിവസങ്ങൾ നീണ്ട പരിശീലനത്തിനൊടുവിലാണ് ഇത്തരത്തിൽ ഓരോ കലാരൂപങ്ങളും ഓരോ വേദികളിലും എത്തുന്നത്. ക്യാമറമാൻ മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 കൊല്ലം.